हेलो कौन? हेलो, ये प्रतीक्षा ओल्ड में क्या? हाँ बोलिए, कौन चाहिए? उधर कोई मनिंदर सिंह रहते क्या? वो तो पिछले महीने एडमिट किया था। पर मैडम वो तो आप जरा रजिस्टर चेक कर लीजिए। मैडम आप थोड़ा वेट करिए, मैं रजिस्टर देख के बताता हूँ। ആ അനീഫ്ക ബിസിയാണോ? അത്രയ്ക്കൊന്നുമില്ല. അതെ, ഇന്ന് ഗേറ്റ് വേക്ക് അടുത്തുള്ള ഡോക്കിൽ ഒരു മർഡർ നടന്നു. നോ വിറ്റ്നസ്, നോ സസ്പെക്ട്. ആകെയുള്ളതൊരു ബുള്ളറ്റാ, .38 mm. .38 അതല്ലേ പ്രശ്നം. ഇത് ഡിഫൻസിൽ മാത്രം യൂസ് ചെയ്യുന്നതാണ്. സിവിലിയൻസിന് ഇതിന് ലൈസൻസേ കിട്ടില്ല. കാരണം ഡിഫൻസിൽ യൂസ് ചെയ്യുന്ന .9 mm ബുള്ളറ്റ് ചെറുതായിട്ടൊന്ന് റബ് ചെയ്താൽ .38 യൂസ് ചെയ്യാം. ദാറ്റ്സ് റൈറ്റ്. ഏതായാലും തിവാരി സാറിനെ വിളിച്ച് സംസാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം. അവിടെ കാണുമല്ലോ. താൻ വിളിച്ചോ, ഞാനിവിടെ തന്നെ കാണാം. केदार सर, देयर इज अ केस ऑफ .38. अरे आज तुमको छुट्टी नहीं है क्या? नहीं सर, लगता है इसमें कुछ गड़बड़ है. केदार छोड़ो वो सब चक्कर, घर पे जाओ तुम. टुडे इज इम्पोर्टेंट डे फॉर यू, आई नो इट. ये सर, लेकिन क्या लेकिन वेकिन? तेरी बच्ची ने 2-3 बार फोन किया था ऑफिस में. चल यू गो होम. राइट सर, राइट. ഹലോ ഋതു. ഹലോ അച്ഛാ. അപ്പൊ ഇന്ന് എവിടേക്കാ മോൾക്ക് പോകണ്ടേ? ഹോ, എത്ര നാളായി അച്ഛൻ ഈ ചോദ്യം ചോദിച്ചിട്ട്. നമുക്കിന്ന് കമലാ നെഹ്റു പാർക്കിൽ പോയാലോ? ഡബിൾ ഡെക്കറില്. പോകാലോ. പ്രോമിസ്? പ്രോമിസ്. താങ്ക് യു അച്ഛാ. അച്ഛൻ എപ്പോഴാ എത്താ? ഇപ്പൊ എത്തും. അച്ഛൻ എങ്ങനെയാ വരുന്നേ? വണ്ടിയിലെ. ഓ, അപ്പൊ കൊറേ നേരം പിടിക്കില്ലേ? ട്രെയിനിൽ വന്നാ മതി പ്ലീസ്. ഓക്കെ, ഡൺ. താങ്ക് യു അച്ഛാ. സീ യു സൂൺ. വല്യുപ്പ, വിസ കിട്ടി. അതില്ല, ഇപ്പൊ വേറൊരു വിഷയം. മുസ്തഫ ബാങ്കിൽ പോയിട്ട് അവിടെ കായില്ല. പഠിച്ചോനെ, ഇന്ന് എന്തായാലും വരുമെന്നാണല്ലോ പറഞ്ഞേ. സുഹാന, ഇനിയിപ്പോ ആ കായ് കിട്ടിയിട്ട് ഉപ്പാന്റെ പോക്ക് നടക്കും തോന്നില്ല. ഈ പതുക്കെ വന്നാ മതി. അങ്ങനെ പറഞ്ഞ എങ്ങനെ ഉപ്പ? വല്യുപ്പ പോവാണ്ടിരിക്കണ പ്രശ്നമില്ല. ഞാൻ ഓഫീസറെ കണ്ടിട്ട് വിളിക്കാം. സ്വാതന്ത്ര്യ സമര സേനാനി പെൻഷന്റെ കേസാ. ശുക്ല സാർ വാക്ക് കൊടുത്തിട്ടെന്നാ പറയുന്നേ. ശുക്ല സാർ അങ്ങനെ പലതും കൊടുക്കും. പേപ്പർ പാസ്സാക്കുന്ന നമ്മളെ കാണേണ്ട പോലെ കണ്ട. അങ്ങനെ എങ്ങനെ തുറന്നു ചോദിക്കുന്നേ? എന്നാ പിന്നെ ഞാൻ ചോദിക്കാം. ഹലോ, ശുക്ല സാർ ലീവാണെന്നാ തോന്നുന്നത്. വരേണ്ട സമയം കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ വിചാരിച്ചാലും കാര്യങ്ങൾ നടക്കും. ഇന്ന് ക്യാഷ് വിഡ്രോ ചെയ്യാന്നാണല്ലോ സാർ പറഞ്ഞത്. 1 വർഷത്തെ പെൻഷനാ പെൻഡിങ്. എന്നാ പിന്നെ ശുക്ല സാർ വരട്ടെ. ഈ സെക്ഷനില് ശുക്ല സാർ അല്ലാതെ വേറെ ഏതെങ്കിലും ഓഫീസർമാരുണ്ടോ? ഒരു നായർ സാറുണ്ട്. പക്ഷെ ഇന്നത്തോടെ കഴിഞ്ഞ ജോലി വീട്ടില. കറപ്ഷൻ എൻക്വയറി. അങ്ങേരെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല. ഒരു 11:30 വിളിക്ക്, ഞാനൊന്ന് നോക്കട്ടെ. എപ്പോഴാ ഫ്ലൈറ്റ്? ഫ്ലൈറ്റ് നാളെ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ പോയാ അതും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ നീ പറയുന്നേ? വിസ കിട്ടിയപ്പം ഹജ്ജ് ഡ്രാഫ്റ്റ് എടുക്കാൻ കാശില്ല. ഇവര് തരില്ലെന്ന് നേരത്തെ ഒരു സൂചന കിട്ടിയിരുന്നേല് ഇനിയിപ്പോ എവിടെ പോയി ചോദിക്കാനാ? 1 വർഷമായി പെൻഷൻ തടഞ്ഞു വെച്ചിട്ട്. ഫ്ലാറ്റ് ഒന്ന് മാറി, അതാ ഇപ്പൊ പ്രശ്നം.
അഡ്രസ് പ്രൂഫ് അത് ഇത് ഏതായാലും കൈക്കൂലി കൊടുത്തിട്ട് വാങ്ങണ പ്രശ്നമില്ല. എടാ ഞാൻ വിളിച്ചതേ റഹ്മാൻജിക്ക് കൊടുക്കേണ്ട സോങ്ങിന്റെ ലിറിക്സ് ഇതുവരെ ശരിയായിട്ടില്ല. അതിനൊരാളെ കണ്ടുപിടിക്കണ്ടേ? ഇന്ന് 6:30 ട്രെയിൻ. ഞാൻ എന്താ ചെയ്യണ്ടേ? നീ എന്തിനാ ധൃതി വെക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. എടാ നീ എന്തൊക്കെയാ പറയണേ? എടാ ഇന്ന് ഓഡീഷന് പോകുമ്പോൾ അദ്ദേഹത്തിന് നേരിട്ട് കൊടുക്കേണ്ട നമ്മുടെ ഗിഫ്റ്റ് വേണ്ടേ? എന്ത്? നീ ഇന്ന് റഹ്മാൻജിയുടെ ഓഡീഷന് പോകുന്നോ? എന്നിട്ടെന്താ എന്നോട് പറഞ്ഞില്ല? പറഞ്ഞില്ലെന്നോ? എടാ രാവിലെ വിവരം അറിഞ്ഞപ്പോൾ ആദ്യം വിളിച്ച് പറഞ്ഞത് നിന്നല്ലേ? നോ വേ, ഞാൻ ഇപ്പോഴാ ഫോൺ ഓൺ ചെയ്തത്. പിന്നെ ആരെയും ഞാൻ വിളിച്ചത്? നീ വെക്ക, ഞാൻ ഇപ്പൊ വിളിക്കാം. എടാ ഞാനിന്ന് വൈകിട്ട് ചെന്നൈക്ക് പോകും. നമ്മുടെ ചെന്നൈ മൊസാഡ് റഹ്മാൻജിയുടെ ഓഡീഷന്. നീന്നൊന്നും മിണ്ടാതെ. ഓ ഇത് കട്ടായോ? ഇത് റോങ് നമ്പറാ. സത്യമായിട്ട് ഇന്നത്തെ ദിവസം എനിക്ക് ഇങ്ങനെ ഒരു പ്ലേക്ക് സമയമില്ല. നോ വേ, ഞാൻ ഇപ്പോഴാ ഫോൺ ഓൺ ചെയ്തത്. ഹലോ ഹലോ, ഞാൻ നേരത്തെ കുറച്ച് റഫായിട്ടാ സംസാരിച്ചത്. ഐ എം സോറി. ഞാൻ രാവിലെ ഒരു ഫ്രണ്ടിനെ വിളിച്ച കോള് മാറിപ്പോയതാ. അതിപ്പോഴാണ് മനസ്സിലായത്. പക്ഷേ എൻ്റെ റോങ് കോൾ എന്തോ ജീവിതത്തെ മാറ്റിമറിച്ചെന്നോ എനിക്കൊന്നും മനസ്സിലായില്ല. എന്തായിരുന്നത്? ഞാൻ പറയാം. താങ്ക്സ് ഫോർ കോളിംഗ് മീ ബാക്ക്. എനിക്ക് നേരിട്ട് കണ്ട് സംസാരിക്കണം എന്നുണ്ട്. ഇന്ന് ഫ്രീ ആണെങ്കിൽ. എന്നെങ്കിലും എന്തിനെങ്കിലും വേണ്ടി മരിക്കാൻ പോലും തയ്യാറായിട്ടുണ്ടോ? അങ്ങനൊരു ദിവസമാണ് എനിക്ക്. അതുകൊണ്ട് ഇന്ന് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എനിക്കും അങ്ങനൊരു ദിവസമാണിന്ന്. ഓക്കെ, റഹ്മാന്റെ കൂടെയുള്ള ഓഡിഷൻ അല്ലേ? ഓ ഞാൻ ആദ്യം വിളിച്ച് പറഞ്ഞ ആളാണല്ലോ അല്ലേ? ഓൾ ദി ബെസ്റ്റ്. ലെറ്റ് ഓൾ യുവർ ഡ്രീംസ് കം ട്രൂ. ഓക്കെ ഓക്കെ, താങ്ക് യു. ആ ജയ്, ആ നിനക്ക് അത്യാവശ്യമായിട്ട് പൈസ വേണമെന്നല്ലേ പറഞ്ഞത്? 1 മണിക്കൂറിനുള്ള എംബ്രർ സ്റ്റുഡിയോയിലെത്ത്. അവിടെ സിംഗർ സ്ഥലത്തില്ല. ഞാൻ നിന്റെ പേര് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അല്ലടാ ഞാനിപ്പോ നമ്മുടെ ലിറിക്സ് എഴുതാനുള്ള ആളെ കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി പോവായിരുന്നു. എന്തായാലും ഞാനിപ്പോ പോയി പാടാം. കാശ് കിട്ടുന്ന കാര്യമല്ലേ? എന്നല്ലേ നമ്മുടെ റെക്കോർഡിംഗ് നടക്കും. ശരി, ഞാൻ നിന്നെ വിളിക്കാം. ഓക്കെ. கார்த்திக் மதியம் சிஎஸ்சியில் போய் டிக்கெட் வாங்கிக்க. ശരി എടാ, ഞാൻ വിളിച്ചതേ. சரி, என்னன்னு சொல்லு, நிறைய வேலை இருக்கு. சரி கேளு. எடா அந்த மெய் மாதம் படத்துல என் மேல் வீழ்ந்த மழை துளியே அந்த சாங்கோட தேடல என்னென்ன? இன்று எழுதிய என் கவியை இத்தனை நாளா எங்கிருந்தா